ഗുരുവായൂർ പോയി തൊഴുതതിന് ശേഷം പറവൂർക്ക് കെ.എസ്.ആർ.ടി.സി ബസ്സിൽ പോകാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കെ.എസ്.ആർ.ടി.സി ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്ന വഴിയാണ് ഈ കാണുന്നത്. അവിടെ മൊത്തം എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ മൂത്രം ഒഴിക്കരുതെന്ന്. പക്ഷേ എല്ലായിടത്തും മൂത്രം നല്ല രീതിയിൽ മണക്കുന്നുണ്ട്. പടിഞ്ഞാറേനട വഴി പുറത്തേക്ക് ഇറങ്ങുന്നവർ കെ.എസ്.ആർ.ടി.സി ബസ് സ്റ്റാൻഡിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ദയവായിട്ട് ഈ ഒരു വഴി തിരഞ്ഞെടുക്കാതിരിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. പോരാത്തതിന് അവിടെ ഒരു ഭിക്ഷാടകൻ ഇരിക്കുന്നുമുണ്ട്. ഇല്ലീഗൽ ആണെന്നുണ്ടെങ്കിലും എല്ലാവരും ഇത് കണ്ടില്ലെന്ന് നടിക്കുകയാണ്. അവരൊരിക്കലും നമ്മൾ പ്രോത്സാഹിപ്പിക്കരുത്. എനിക്ക് പറയാനുള്ളത് കേരളത്തിലെ അമ്മമാരോടാണ്. പാവം തോന്നിയിട്ട് ഒരിക്കലും നിങ്ങൾ ഭിക്ഷാടകർക്ക് പൈസ കൊടുക്കരുത്. ഇതിന് പിന്നിൽ വലിയ മാഫിയ തന്നെയുണ്ട്. നമ്മളെ ചെറിയ കുട്ടികളെ വരെ കടത്തി കൊണ്ടുപോകുന്ന വലിയ മാഫിയ. ദേ ഈ പോകുന്നവനാണ് വേണാട് എക്സ്പ്രസ്. ട്രെയിൻ നമ്പർ 16302. നമ്മുടെ തിരുവനന്തപുരത്ത് നിന്നും രാവിലെ 5:20 എടുത്തിട്ട് ഉച്ചയ്ക്ക് 12:35 കൂടിയിട്ട് ഷൊർണൂർ ജംഗ്ഷനിലേക്ക് എത്തിച്ചേരുന്ന ട്രെയിൻ ആണിത്. ഇതേ ട്രെയിൻ തന്നെ ഉച്ചയ്ക്ക് 2:35 ഷൊർണൂർ ജംഗ്ഷനിൽ നിന്നും സ്റ്റാർട്ട് ചെയ്ത് രാത്രി 10 മണിയോട് കൂടിയിട്ട് തിരുവനന്തപുരത്തേക്ക് എത്തിച്ചേരും. സ്ഥിരം യാത്രക്കാരുണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കണ്ട. ഗുരുവായൂർ ബസ് സ്റ്റാൻഡിൽ കിടക്കുന്ന തമിഴ്നാട് സർക്കാരിന്റെ ബസ്സുകൾ കണ്ടോ? തമിഴ്നാട് സർക്കാരിന്റെ ദീർഘദൂര ലക്ഷറി ബസ് സർവീസ് നടത്തുന്ന സ്ഥാപനമാണ് SETC, സ്റ്റേറ്റ് എക്സ്പ്രസ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ഓഫ് തമിഴ്നാടു. ഈ സാധനത്തിൽ നിങ്ങൾ ആരെങ്കിലും കയറിയിട്ടുണ്ടോ? നിങ്ങളുടെ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? കമന്റ് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ ചേറ്റുവ പാലമാണ്. നിലവിലിപ്പോൾ റോഡിന്റെയും പാലത്തിന്റെയൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുന്ന കാരണം തൊട്ടപ്പുറത്തുള്ള മനോഹരമായിട്ടുള്ള കാഴ്ചകളൊന്നും കാണാനായിട്ട് സാധിക്കില്ല. പക്ഷേ പണി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ലെവലായിരിക്കും ഉറപ്പാണ്. ഈ ഒരു വീഡിയോ ചേറ്റുവക്കാർ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഈ ഒരു പാലത്തിന്റെയും അതുപോലെ തന്നെ ചേറ്റുവ ഫോർട്ടിന്റെയും പ്രത്യേകതകൾ കമന്റായി രേഖപ്പെടുത്താൻ മറക്കണ്ട. നമ്മുടെ ബസ് പറവൂർ എത്താറായപ്പോൾ കണ്ട ഒരു കിടിലൻ ചർച്ചാണ് സെന്റ് തോമസ് സിറോ മലബാർ കത്തോലിക് ചർച്ച് കോട്ടക്കാവ്. വേറെന്തെങ്കിലും ഈ ഒരു പള്ളിക്ക് പേരുണ്ടെങ്കിൽ നിങ്ങൾ കമന്റായിട്ട് രേഖപ്പെടുത്തണേ. നമ്മുടെ ബസ് കരുമാലൂർ എന്ന് പറയുന്ന സ്ഥലത്തെത്തിയപ്പോൾ കണ്ട പള്ളിയാണിത്. അതിമനോഹരമായിട്ടുള്ള ഈ ഒരു പള്ളിയുടെ പേര് സെന്റ് തോമസ് ചർച്ച് എന്നാണ്. മറ്റെന്തെങ്കിലും പേരിൽ ഈ ഒരു പള്ളി അറിയപ്പെടുന്നുണ്ടെങ്കിൽ അത് കമന്റായി രേഖപ്പെടുത്തുക. നമ്മുടെ ബസ് തോട്ടക്കാട്ടുകര എത്തിയപ്പോൾ കണ്ട ചർച്ചാണിത്, സെന്റ് ജോൺസ് മലങ്കര കത്തോലിക് ചർച്ച്. മറ്റെന്തെങ്കിലും പേരിൽ ഈ ഒരു പള്ളി അറിയപ്പെടുന്നുണ്ടെങ്കിൽ അറിയാവുന്നവര് അത് കമന്റായിട്ട് രേഖപ്പെടുത്തുക. നമ്മുടെ തോട്ടക്കാട്ടുകര സിഗ്നലിന്റെ തൊട്ടടുത്തായിട്ട് തന്നെ സ്ഥിതി ചെയ്യുന്ന ഒരു പള്ളിയാണിത്. സെന്റ് ആൻസ് ലാറ്റിൻ കത്തോലിക് ചർച്ച് എന്നാണ് ചർച്ചിന്റെ പേര്. ആലുവക്കാരുണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മുടെ ആലുവ KSRTC ബസ് സ്റ്റാൻഡിൽ നിന്നും മാള ഭാഗത്തേക്ക് പോകുന്ന ബസ്സുകളുടെ സമയക്രമമാണ് ഈ കൊടുത്തിരിക്കുന്നത്. ആർക്കെങ്കിലൊക്കെ ഉപകാരപ്പെടും. ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചേക്ക്. എൻ്റെ ബസ് ബ്ലോക്കിൽ പെട്ടപ്പോൾ കണ്ട മനോഹരമായിട്ടുള്ള ഒരു പള്ളിയാണിത്. തൈക്കാവ് ബദറുൽ ഹുദ പള്ളി എന്നാണ് ഈ ഒരു പള്ളിയുടെ പേര്. മറ്റെന്തെങ്കിലും പേരിൽ ഈ ഒരു പള്ളി അറിയപ്പെടുന്നുണ്ടെങ്കിൽ അതും കമന്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കണ്ട. ബസ് വളരെ സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു മിന്നായം പോലെ കണ്ട അതിമനോഹരമായിട്ടുള്ള ഒരു ചർച്ചാണിത്. ചർച്ചിന്റെ പേര് സെന്റ് ജോസഫ് ചർച്ച്. മനക്കപ്പടി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു ചർച്ച് സ്ഥിതി ചെയ്യുന്നത്. നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വടക്കേക്കര പാലമാണ്. പറവൂരിൽ നിന്നും ഗുരുവായൂരിലേക്ക് പോകുമ്പോൾ കണ്ട കാഴ്ചയാണിത്. മറ്റെന്തെങ്കിലും പേരിൽ ഈ ഒരു പാലം അറിയപ്പെടുന്നുണ്ടോന്ന് അറിയില്ല. അറിയുന്നവരുണ്ടെങ്കിൽ കമന്റ് ആയിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത്. ഗുരുവായൂർ KSRTC ബസ് സ്റ്റാൻഡിൽ കിടക്കുന്ന SETC ബസ്സുകളാണിവ. ഗുരുവായൂരിൽ നിന്നും തൂത്തുക്കുടി, കോയമ്പത്തൂര്, ചെന്നൈ എന്നിവിടങ്ങളിലേക്കൊക്കെ ഈ ഒരു SETC ബസ്സുകളുടെ സർവീസുകൾ ഉണ്ടെന്ന് അറിയാനായിട്ട് കഴിഞ്ഞു. ഇതിൽ കയറിയിട്ടുള്ളവർ അവരവരുടെ എക്സ്പീരിയൻസ് പറയാനായിട്ട് മറക്കരുത്. ഗുരുവായൂരിലേക്കുള്ള KSRTC ബസ് യാത്രയിൽ റോഡിന്റെ ഇടതുവശത്തായിട്ട് കണ്ട പള്ളിയാണിത്. നീണ്ടൂർ ചിറ്റാട്ടുകര ജുമുഅ മസ്ജിദ്. പള്ളിയെ പറ്റിയിട്ട് കൂടുതൽ അറിയാവുന്നവര് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. ബസ് വളരെ സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കണ്ട ഒരു പള്ളിയാണിത്. എറണാകുളം ജില്ലയിലെ തുരുത്തിപ്പുറം എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു പള്ളി സ്ഥിതി ചെയ്യുന്നത്. പള്ളിയുടെ പേര് സെന്റ് ലൂയിസ് ചർച്ച് എന്നാണ്. 12 അപ്പസ്തോലന്മാരുടെ തിരുശേഷിപ്പുകൾ പ്രതിഷ്ഠിച്ചിട്ടുള്ള ദൈവാലയമാണിത്. സെന്റ് തോമസ് ചർച്ചാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. നമ്മുടെ കൊടുങ്ങല്ലൂരിനടുത്താണ് ഈ ഒരു പള്ളി സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വിഷയം ഇതാണ്, E20 പെട്രോൾ. ഒരുപാട് നാളുകളായിട്ട് പലർക്കും പല രീതിയിലും പണി വന്നുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം. നിങ്ങൾ ഏത് പമ്പാണ് യൂസ് ചെയ്യാറുള്ളത്? എഥനോളിന്റെ അംശം കുറവുള്ള എന്നാൽ ഏറ്റവും ബെസ്റ്റ് സർവീസ് ഉള്ള പമ്പ് ഏതാണ്? നിങ്ങൾ ഇപ്പോൾ കാണുന്നത് പുതിയകാവ് ജുമാ മസ്ജിദ് ആണ്. തൃശ്ശൂർ ജില്ലയിലെ മതിലകത്താണ് ഈ ഒരു പള്ളി സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 1000 വർഷത്തിന് മുകളിൽ പഴക്കമുണ്ടെന്നാണ് പഴമക്കാർ പറയുന്നത്. ഈ പള്ളിക്ക് പിന്നിൽ ഒരുപാട് ചരിത്രങ്ങളുണ്ട്. അറിയാവുന്നവരുണ്ടെങ്കിൽ കമന്റായി രേഖപ്പെടുത്താൻ മറക്കണ്ട.